മൃദംഗ വിഷന് GCDA കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ അഴിമതി എന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകി 3 മാസമായിട്ട് മറുപടിയില്ല. ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റതും ഈ നൃത്ത പരിപാടിക്കിടെയാണ്. മൃദംഗ വിഷന് GCDA സ്റ്റേഡിയം നൽകിയതിൽ അഴിമതി ഉണ്ടെന്നാണ് ആക്ഷേപമുയരുന്നത്. വിഷ്ണു സുരേഷ് അപ്ഡേഷനുമായി ചേർന്നു കൊച്ചിയിൽ നിന്ന്. പറയൂ വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മൃദംഗ വിഷന് ഈ സ്റ്റേഡിയം വിട്ടു നൽകുകയും അവിടെ നടന്ന പരിപാടിക്കിടെ ഉമാ തോമസിന് അപകടം സംഭവിക്കുകയൊക്കെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സ്റ്റേഡിയം മൃദംഗ വിഷന് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് GCDAക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു സ്വകാര്യ വ്യക്തി പരാതി നൽകിയത്. GCDAയും അതോടൊപ്പം മൃദംഗ വിഷനും തമ്മിലുള്ള അഴിമതിയുടെ കൂട്ടുകെട്ടാണ് ഈ സ്റ്റേഡിയം വിട്ടു നൽകാനുള്ള കാരണമെന്നായിരുന്നു ആ പരാതിയിലെ പ്രധാനപ്പെട്ട ആക്ഷേപം. വിജിലൻസിൽ ലഭിച്ച പരാതിയിൽ വിജിലൻസ് ആദ്യ നടപടിയായി മിന്നൽ പരിശോധന GCDA ഓഫീസിൽ നടത്തുകയും അവിടെ നിന്ന് ചില രേഖകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിൽ തുടരന്വേഷണം അല്ലെങ്കിൽ പ്രാഥമികമായി ഈ പരാതിയിന്മേൽ ഒരു വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് SP ഇവിടെ നിന്ന് വിജിലൻസ് DYSP വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. പക്ഷേ കത്ത് നൽകി 3 മാസമായിട്ടും ഇപ്പോഴും കത്തിനൊരു മറുപടി ലഭിച്ചിട്ടില്ല. മറുപടി ലഭിക്കാത്തത് കൊണ്ട് തന്നെ അന്വേഷണം വഴിമുട്ടിയ നിലയിലാണ്. അതായത് പരാതിക്കാരൻ ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ അഴിമതി ഉള്ളത് കൊണ്ടാണ് ഈ അന്വേഷണം തുടർന്നു പോകാൻ വിജിലൻസ് അനുവദിക്കാത്തത് എന്ന് തുടങ്ങിയ ആക്ഷേപങ്ങളാണ്. അന്ന് തന്നെ എസ്റ്റേറ്റ് കമ്മിറ്റി GCDAയുടെ എസ്റ്റേറ്റ് കമ്മിറ്റി വളരെ വ്യക്തമാക്കി പറഞ്ഞിരുന്നു, ഈ സ്റ്റേഡിയം അത് മൃദംഗ വിഷന് വിട്ടു നൽകരുത്, അത് അവർ ടർഫടക്കം നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അന്ന് K ചന്ദ്രൻപിള്ള പ്രത്യേകമായി ഇടപെട്ടാണ് ഈ സ്റ്റേഡിയം അവർക്ക് കൈമാറിയത്. അതിൽ തന്നെ അഴിമതി ഉണ്ട് എന്നാണ് പരാതിക്കാരന്റെ ആക്ഷേപം. പക്ഷേ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ വിജിലൻസിനാവുന്നില്ല. അത് സർക്കാർ GCDAയുടെ അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി കുടപിടിക്കുന്നു എന്നാണ് പ്രധാനമായി വരുന്ന ആക്ഷേപം. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.